ഹായ് ഓൾ, ന്യൂസിലാൻഡ് നഴ്സ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ന്യൂസിലാൻഡ് ഓസ്കിയുടെ മറ്റൊരു സ്റ്റേഷനായ മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും സോ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് എക്സാമിനേഷൻ ആയിരിക്കും ഈ ഒരു സ്റ്റേഷനിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യേണ്ടതെന്ന്. സോ UK-യിലും ഓസ്ട്രേലിയയിലും പോയി അവരുടെ എക്സാം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ ചെയ്യുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് എക്സാം അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് അസസ്മെൻ്റ് ആണ്, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ് അവർ നടത്തുന്നത്. പക്ഷേ ന്യൂസിലൻഡ് ഓസ്കിയിൽ അത് ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് അവിടെ ഒരു റിയൽ പേഷ്യൻറ്റിനെ ആയിരിക്കും, അതായത് റിയൽ എന്ന് വെച്ചാൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളെയല്ല, ഒരു ആക്ടർ. സോ അങ്ങനെ ഒരു ആളെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്റ്റേഷനിൽ മീറ്റ് ചെയ്യേണ്ടി വരിക. സോ ഫോർ എക്സാമ്പിൾ ഈ ആക്ടർ അതിപ്പോൾ ആ പേഷ്യൻ്റ് ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പാനിക്കായിട്ടായിരിക്കും നിങ്ങൾ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെ കാണുക. സോ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് തോന്നിപ്പിക്കുക, അതായത് ദേ നീഡ് ടു ഫീൽ ലൈക്ക് ദേ ആർ വെൽ സപ്പോർട്ടഡ്. ഓക്കെ, സോ ആ ഒരു ഫീൽ അവരിൽ ഉണ്ടാക്കുക, അവരെ കാം ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ, വൺസ് അവർ കാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ടാസ്കിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ റൂമിലേക്ക് കയറി ചെല്ലുന്നു. സോ ആ പേഷ്യൻ്റ് റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത് ചെയ്യും, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, എങ്ങനെയാണ് അല്ലേ, ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അവർക്ക്. സോ സംടൈംസ് അവർ അപ്പം തന്നെ അതിനുള്ള ആൻസർ തരും. പക്ഷേ ചിലപ്പോൾ 2-3 പ്രാവശ്യം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, അല്ലെങ്കിൽ അപ്പോഴും അവരിങ്ങനെ പുറത്തോണ്ടൊക്കെ നടക്കുകയായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. സോ വെയിറ്റ് ചെയ്യുമ്പോൾ വൺസ് അവർ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളോട് പറയുക എങ്ങനെയായിരിക്കാം, ഓക്കെ, സോ എൻ്റെ ഫോണിന് ചാർജില്ല, ഞാൻ എൻ്റെ ചാർജർ എടുക്കാം മറന്നുപോയി, എനിക്ക് വീട്ടിലേക്ക് വിളിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ഈ 2 രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സിനാരിയോ ഒക്കെ കിട്ടുക. ഓക്കെ, സോ അങ്ങനെ വരുമ്പം നിങ്ങൾ എന്തായിരിക്കും ആ ഒരു പേഷ്യൻ്റ് എങ്ങനെ കാം ഡൗൺ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ള ടാസ്ക്. ഓക്കെ, സോ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു പേഷ്യനെ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഒരു ഇൻ്റർവെൻഷനായിട്ട് എടുക്കുക. സോ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം, ഓക്കെ, നിൻ്റെ ഫോൺ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നേഴ്സ് സ്റ്റേഷനിൽ വെച്ച് അതിനുള്ള ചാർജറുണ്ട്, ഞാൻ ചാർജ് ചെയ്ത് നിനക്ക് തിരിച്ചു തരാം. അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഫോൺ നിങ്ങൾ നമ്പർ തരുവാണെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ആ 2-3 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം അല്ലേ. സോ അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ പറയും, ഓക്കെ, എനിക്ക് ഫോൺ ചാർജ് ചെയ്ത് തന്നാൽ മതി എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവർ പറയുക. ചിലപ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേനും അവർ പറയും, ഇല്ല, എനിക്ക് അമ്മയുടെ നമ്പർ നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല. ഓക്കെ, പിന്നെ അവർ നെക്സ്റ്റ് ഒരു കൺസേൺ ആയിരിക്കും അടുത്തത് പറയുക. സോ എൻ്റെ വീട്ടിൽ എനിക്കൊരു പെറ്റുണ്ട്, സോ ഞാൻ സോ വറീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ആ ഒരു പെറ്റിനെ കുറിച്ച് വളരെ വറീഡാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം. ഓക്കെ, സോ ഇൻ കേസ് അങ്ങനെ ഒരു സിനാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു പെറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു അവർ വളരെ പുന്നാരച്ച് വളർത്തുന്ന ഒരു ഡോഗ് ഉണ്ട്, സോ അവർ അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും ഓക്കെ കൺസേൺഡ് ആണ്, അതുകൊണ്ടാണ് അവർ ഇത്രമാത്രം ആൻഷ്യസ് ആയിരിക്കണേ, ഓക്കെ, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കണേ. സോ വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട് യു ക്യാൻ പ്രൊവൈഡ്, എന്ത് തരത്തിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ആ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൊടുക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അന്നേരം പറയാം, ഓക്കെ, സോ നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ട് അവരോട് പറയാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടായിരിക്കില്ലേ അതിനെ നോക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അടുത്ത ഇൻറ്റിമേറ്റ് ആയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടോ, ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പറയാം. അന്നേരം ചിലപ്പോൾ ആ ഒരു ആക്ടർ അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് പറയുന്നു, ഐ ആം വറീഡ് അബൌട്ട് മൈ പെറ്റ് സേഫ്റ്റി അല്ലേ, അവരുടെ സേഫ്റ്റി ഞാൻ മീൻസ് പെറ്റിൻ്റെ സേഫ്റ്റീന് ഞാൻ കൺസേൺ ആണ്. കാരണം അവർ ചിലപ്പം പോയിസൺ കൊടുത്താലോ, കാരണം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് എപ്പോഴും ഒരു ഡിലൂഷൻ ഉണ്ടായിരിക്കാം, ചിലവർക്ക് ഒരു ഫിക്സ്ഡ് ബിലീഫ് ഉണ്ടായിരിക്കാം, മറ്റുള്ളവർ അവരെ കൊല്ലാൻ നോക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ അങ്ങനെയുള്ള ബിലീഫ്സ് ഉണ്ടായിരിക്കാം. സോ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും നെക്സ്റ്റ് ഓപ്ഷനായിട്ട് പറയാൻ പറ്റുക, ഓക്കെ, സോ ഇഫ് യു എഗ്രി ക്യാൻ സെൻഡ് റെഫറൽ ടു സോഷ്യൽ വർക്കർ അല്ലേ, സോഷ്യൽ വർക്കറിൻ്റെ ഇൻപുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന്. ഓക്കെ, സോ അത് അവർ ചിലപ്പം എഗ്രി ചെയ്യായിരിക്കും. സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, സോ ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് ടു ആൻഷ്യസ് ആയിട്ട് കണ്ടുന്നു, അവരിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പം എങ്ങനെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം
അല്ലെങ്കിൽ എങ്ങനെ അവരെ ഡീൽ ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേഷനിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇപ്പം ഞാനൊരു 2-3 എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഫോർ എക്സാമ്പിൾ അവർ ചിലപ്പോൾ പറയായിരിക്കും നീ ആ ഫാൻ ഒന്ന് ഇടാവോ. സോ ചില സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യും, ഓക്കെ നീ നടക്കില്ല, നിനക്ക് അങ്ങോട്ട് ഇട്ടുകൂടെ എന്നൊക്കെ ചോദിക്കാതിരിക്കാം. പക്ഷെ നമ്മൾ എന്തിനാണ് അവർക്ക് അവരുമായിട്ടൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു എന്നിട്ട് പറയുന്നത് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് പേഷ്യൻസ് നമ്മൾ ഓക്കെ ഞാൻ ഇട്ട് തരാം നിനക്ക് എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ അല്ലെങ്കിൽ എന്താ ഒരു എക്സാമ്പിൾ പറയുക, എനിക്കിവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞ ഒരാൾ ഒരു പരാതി പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, നിങ്ങൾ പറയാം ഓക്കെ സോ നീ പറ നിനക്ക് നിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും എന്തൊക്കെയാണ്, നീ എഗ്രി ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു ഡയറ്റീഷ്യൻ റഫറൽ വിടാം അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൂടുതൽ എന്നിട്ട് പറയണത് അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. സോ വൺസ് നമ്മളൊരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് കാമാകും, ആ ഒരു സിറ്റുവേഷൻ സോൾവ് ആകും. സോ ആ ഒരു ആക്ട് അല്ലെങ്കിൽ പേഷ്യൻ്റ് പറയും ഓക്കെ എനിക്കിപ്പോൾ നല്ല ക്ഷീണം തോന്നുന്നു, ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ നേരെ കയറി കിടക്കുന്നു. സോ അവരങ്ങനെ കാം ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേഷനിൽ സക്സസ് ആയി. ഓക്കെ, സോ ഇങ്ങനെയുള്ളൊരു ചെറിയ കാര്യമാണ് ആ ഒരു സ്റ്റേഷനിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ളത്. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള കുറച്ച് സിനാരിയോസ് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ മെൻ്റൽ ഹെൽത്ത് എക്സാമിനേഷൻ ഒന്നുമല്ല നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേഷനിൽ പെർഫോം ചെയ്യേണ്ടത്. ജസ്റ്റ് ഇതുപോലുള്ള അതായത് ഒരു പാനിക്കായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രസീവ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു പേഷ്യനെ എങ്ങനെ കാം ഡൗൺ ചെയ്യാം, ഇതിനുള്ള ടെക്നിക്സ്, ഇതിനുള്ള ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കുറച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ട് ഒന്ന് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കുക. സോ ആ സ്റ്റേഷനിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഓസ്കിയൊക്കെ എഴുതുന്നവരുണ്ടായിരിക്കുമല്ലോ, സോ അവരും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടേന്നേ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.